Hello students, you are welcome to this moral science class. Today we are going to revise lesson 1 and 2. So dear children, all of you take your moral science notebook. Did you complete your notes? Complete ചെയ്തോ എല്ലാവരും? First and second chapter. Okay. അപ്പോൾ എല്ലാവരും ആദ്യം ഫസ്റ്റ് ലെസൻ്റെ നോട്ട്സ് ഒന്ന് എടുത്ത് വെച്ചേ. മിസ് റീഡ് ചെയ്യാം, കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. എല്ലാവരും നോട്ട്ബുക്ക് തുറന്നോളൂ, ടെക്സ്റ്റ് കൂടെ നോക്കിക്കോളൂ. ടെക്സ്റ്റിലെ പേജ് നമ്പർ 8 എക്സസൈസ്. അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റ് ഓർഡറിലാണ് നിങ്ങൾ നോട്ട്സിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ മിസ് ഇവിടെ കൊടുത്തിരിക്കുന്ന ആ 7 സെൻറ്റൻസസ് ഒന്ന് റീഡ് ചെയ്യാം. ഇത് ഡിസോർഡറിലാണ്. ഓക്കെ, പുട്ട് ദ ഫോളോയിങ് സെൻറ്റൻസസ് ഇൻ ദ റൈറ്റ് ഓർഡർ. അപ്പോൾ ഇവിടെ അത് ഡിസോർഡറിലാണ് കൊടുത്തിരിക്കുന്നത്, നമ്മളത് കറക്റ്റ് ഓർഡറിലാക്കണം. അപ്പോൾ നമ്മൾ പഠിച്ച സ്റ്റോറിയിൽ നിന്നുള്ള ഭാഗങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. The priest understood that true devotion was total belief in the Lord. Second one, moved by his devotion, the Lord ate the food and told this small boy that it was delicious. Third one, Gopal's father was appointed by the village to take care of the local temple. Fourth sentence, he scolded the young boy and even slapped him on his cheeks. Fifth sentence, Gopal told the Lord, unless you eat the food, I will not go home. Sixth one, every day the priest offered the food to the Lord before eating it. And the last sentence, the priest saw the Lord's face as if it were slapped. അപ്പോൾ ഇതെല്ലാം ഡിസോർഡറിലാണ്. നമുക്കിനി ഓർഡറിലാണ്. ഇതിലേതാണ് നമ്മൾ ഫസ്റ്റ് സെൻറ്റൻസ് ഫസ്റ്റ് ആയിട്ട് എഴുതിയത്? ഏത് സെൻറ്റൻസ് ആണ്? മൂന്നാമത്തെ സെൻറ്റൻസ് ആണ്. ഗോപാൽസ് ഫാദർ വാസ് അപ്പോയിൻറ്റഡ് ബൈ ദ വില്ലേജ് ടു ടേക്ക് കെയർ ഓഫ് ദ ലോക്കൽ ടെമ്പിൾ. അല്ലേ, ഗോപാലിൻ്റെ അച്ഛനെ അവിടുത്തെ ലോക്കൽ ടെമ്പിളിൻ്റെ അധികാരിയായിട്ട് നിയമിച്ചു. അതാണ് ഫസ്റ്റ് സെൻറ്റൻസ്. ഓക്കെ, സെക്കൻഡ് വൺ ഏത് വരും? ആറാമത്തെ സെൻറ്റൻസ്, എവറി ഡേ ദ പ്രീസ്റ്റ് ഓഫേർഡ് ദ ഫുഡ് ടു ദ ലോർഡ് ബിഫോർ ഈറ്റിംഗ് ഇറ്റ്. അപ്പോൾ ഗോപാലിൻ്റെ അച്ഛനെയാണ് നിയമിച്ചത്. എല്ലാ ദിവസവും അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് എന്ത് ചെയ്യും? ലോർഡിന് ഫുഡ് കൊണ്ടുപോയി വയ്ക്കാറുണ്ടായിരുന്നു. ഇനി തേർഡ് സെൻറ്റൻസ് ഏതാണ്? അഞ്ചാമത്തെ സെൻറ്റൻസ് ആണ് കേട്ടോ. ഗോപാൽ ടോൾഡ് ദ ലോർഡ്, അൺലെസ് യു ഈറ്റ് ദ ഫുഡ് ഐ വിൽ നോട്ട് ഗോ ഹോം. അപ്പോൾ ഈ തന്നിരിക്കുന്ന സെൻറ്റൻസ് ഡിസോർഡറിലാണ്, നമുക്കതിനെ ഓർഡറിലാണ്. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് ഏതാണ് എഴുതുക? ഓക്കെ, നിങ്ങൾ എഴുതിയത് ഏത് സെൻറ്റൻസ് ആണ് ആദ്യം എഴുതിയത്? ആ മൂന്നാമത്തെ സെൻറ്റൻസ് ആണ്. ഗോപാൽസ് ഫാദർ വാസ് അപ്പോയിൻറ്റഡ് ബൈ ദ വില്ലേജ് ടു ടേക്ക് കെയർ ഓഫ് ദ ലോക്കൽ ടെമ്പിൾ. ഗോപാലിൻ്റെ അച്ഛനെ അവിടുത്തെ ലോക്കൽ ടെമ്പിളിൻ്റെ അധികാരിയായിട്ട് നിയമിച്ചു. ഓക്കെ, അടുത്തത് ഏത് വരണം? രണ്ടാമത്തെ സെൻറ്റൻസ്. ഈ തന്നിരിക്കുന്നതിൽ ആറാമത്തെ സെൻറ്റൻസ് ആണ്. എവറി ഡേ ദ പ്രീസ്റ്റ് ഓഫേർഡ് ദ ഫുഡ് ടു ദ ലോർഡ് ബിഫോർ ഈറ്റിംഗ് ഇറ്റ്. ആ പ്രീസ്റ്റ് എന്ത് ചെയ്യും? അത് പ്രീസ്റ്റ് എന്ന് പറയുന്ന ആരാണ്? ഗോപാലിൻ്റെ അച്ഛൻ. എല്ലാ ദിവസവും അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ലോർഡിന് ഫുഡ് കൊണ്ടുപോയി വെച്ച് കൊടുക്കാറുണ്ടായിരുന്നു. ഇനി തേർഡ് സെൻറ്റൻസ് ഏത് വരണം? കറക്റ്റായിട്ട് വരുമ്പോൾ ഇതിനകത്തെ അഞ്ചാമത്തെ സെൻറ്റൻസ് ആണ്. ഗോപാൽ ടോൾഡ് ദ ലോർഡ്, അൺലെസ് യു ഈറ്റ് ദ ഫുഡ് ഐ വിൽ നോട്ട് ഗോ ഹോം. അപ്പോൾ ഇതിനിടയ്ക്ക് കഥകൾ കുറേ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്താണ്? ഗോപാല് ടെമ്പിളിൽ പോകുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ അടുത്തതായിട്ട് വരേണ്ടത് ഈ ഒരു സെൻറ്റൻസ് ആണ്. ഗോപാല് ലോർഡിനോട് പറഞ്ഞു, അങ്ങ് ഈ ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോകില്ല എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് ഫോർത്ത് സെൻറ്റൻസ് ഏത് വരണം? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ സെൻറ്റൻസ് ആണ്. Moved by his devotion, the Lord ate the food and told this small boy that it was delicious. അപ്പോൾ ഗോപാല പറഞ്ഞത് കേട്ടിട്ട് ലോർഡ് എന്ത് ചെയ്തു? അവൻ്റെ ഡിവോഷനിൽ ദൈവത്തിൻ്റെ മനസ്സലിഞ്ഞിട്ട് ലോർഡ് എന്ത് ചെയ്തു? ആ ഫുഡ് കഴിച്ചിട്ട് അവനോട് എന്താ പറഞ്ഞത്? ഇറ്റ് വാസ് ഡെലിഷ്യസ്, നല്ല ഫുഡായിരുന്നു കേട്ടോ എന്നുകൂടി ആ ലോർഡ് ഗോപാലിനോട് പറഞ്ഞു. ഓക്കെ, ഇനി ഫിഫ്ത്ത് സെൻറ്റൻസ് ഏതാണ് വരേണ്ടത്? ഇവിടെ തന്നിരിക്കുന്നതിൽ നാലാമത്തെ സെൻറ്റൻസ്. He scolded the young boy and even slapped him on his cheeks. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കഥകൾ കഴിഞ്ഞു. വീട്ടിൽ ചെന്ന് അച്ഛനോട് പറഞ്ഞിട്ട് അച്ഛൻ സമ്മതിച്ചില്ല. അവൻ നുണ പറയുകയാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? അച്ഛൻ അവനോട് ദേഷ്യപ്പെട്ടിട്ട് അവൻ്റെ കവിളത്ത് അടിച്ചു, സ്ലാഷ്. അതാണ് അഞ്ചാമത്തെ സെൻറ്റൻസ്. ഇനി സിക്സ്ത് സെൻറ്റൻസ് കൊടുത്തിരിക്കുന്നതിൽ അവസാനത്തെ ഏഴാമത്തെ സെൻറ്റൻസ് ആണ്. The priest saw the Lord's face as if it were slapped. തിരിച്ച് പ്രീസ്റ്റ് ടെമ്പിളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ലോർഡിൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ എന്താണ്? താൻ മകനെ അടിച്ച ആ പാട് ലോർഡിൻ്റെ കവിളിൽ അദ്ദേഹം കണ്ടു.
ഇനി ഇവിടെ കറക്റ്റ് ഓർഡറിൽ എഴുതുന്ന ഏഴാമത്തെ സെൻറ്റൻസ്, ലാസ്റ്റ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്നതിൽ ആദ്യത്തെ സെൻറ്റൻസ് ആണ്. ദ പ്രീസ്റ്റ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ട്രൂ ഡിവോഷൻ വാസ് ടോട്ടൽ ബിലീഫ് ഇൻ ദ ലോർഡ്. അപ്പോൾ ഇത് ഇങ്ങനെ എന്താണ് ഡിസോർഡറിൽ തരുന്ന സെൻറ്റൻസിനെ കറക്റ്റ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ലെസൺ നന്നായിട്ട് വായിക്കണം, വേറെ ഒരു വഴിയുമില്ല കേട്ടോ. ലെസൺ നന്നായിട്ട് വായിച്ചാൽ നമുക്ക് എളുപ്പം പെട്ടെന്ന് തന്നെ നമുക്കിത് ഓർഡറിലാക്കി മാറ്റാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്തതാണ് ടിക്ക് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഫോളോയിങ് ചോയ്സസ്. 3 ഓപ്ഷൻ തന്നിട്ടുണ്ട്, അതിനകത്ത് നിന്ന് കറക്റ്റ് സെലക്ട് ചെയ്യാം. ഗോപാൽസ് ഫാദർ വാസ്, ഗോപാലിൻ്റെ അച്ഛൻ ആരായിരുന്നു? ദ ടീച്ചർ, ദ പ്രീസ്റ്റ്, ദ ബാങ്കർ. ഇതിലേതാണ് കറക്റ്റ്? ടീച്ചർ അല്ലായിരുന്നു, പ്രീസ്റ്റ് ആയിരുന്നോ? യെസ്. അപ്പോൾ ആൻസർ ഈസ് ദ പ്രീസ്റ്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വെൻ ഗോപാൽ പ്ലീഡഡ് വിത്ത് ദ ലോർഡ്, ഗോപാൽ ലോർഡിനോട് പ്ലീഡ് ചെയ്തു. എന്താണ്? ദ ലോർഡ് റിമെയിൻ സൈലൻറ്റ്. ഗോപാൽ ലോർഡിനോട് പ്ലീഡ് ചെയ്ത സമയത്ത് എന്താണ്? വെൻ ഗോപാൽ പ്ലീഡഡ് വിത്ത് ദ ലോർഡ്. അപ്പോൾ എന്ത് സംഭവിച്ചു എന്നാണ്. ഫസ്റ്റ് ഓപ്ഷൻ, ദ ലോർഡ് റിമെയിൻ സൈലൻറ്റ്, ലോർഡ് ഒന്നും മിണ്ടാതെ ഇരുന്നു. ദ ലോർഡ് ഷോഡ് ഹിംസെൽഫ് ടു ഗോപാൽ, ഗോപാലിൻ്റെ മുമ്പിൽ ലോർഡ് പ്രത്യക്ഷപ്പെട്ടു. ആൻഡ് ദ തേർഡ് ഓപ്ഷൻ, ദ ലോർഡ് എയ്റ്റ് ദ ഫുഡ്, ലോർഡ് ഭക്ഷണം കഴിച്ചു. ഇതിലേതാണ്? വിച്ച് ഓപ്ഷൻ കറക്റ്റ്? തേർഡ് വൺ അല്ലേ. ലോർഡ് പ്രത്യക്ഷപ്പെട്ടെന്ന് പറയുന്നില്ല, ലോർഡ് മിണ്ടാതിരുന്നതുമില്ല. ലോർഡ് എന്ത് ചെയ്തു? അവൻ കൊടുത്ത ഫുഡ് കഴിച്ചു. ഓക്കെ, അടുത്തത് സെക്കൻഡ് ലെസൺ, പേജ് നമ്പർ 11. ഓക്കെ, ഫസ്റ്റ് ലെസണിൻ്റെ മോറൽ എന്താണ്? ഫസ്റ്റ് ലെസണിൻ്റെ മോറൽ എന്താണ്? പേജ് നോക്കിക്കേ. ട്രൂ ഡിവോഷൻ വാസ് ടോട്ടൽ ബിലീഫ് ഇൻ ദ ലോർഡ്. കറക്റ്റ്, യഥാർത്ഥ ഡിവോഷൻ എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ബിലീഫ് ഇൻ ദ ലോർഡ്, ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക എന്നുള്ളതാണ് സത്യസന്ധമായ ഡിവോഷൻ. ഓക്കെ, സെക്കൻഡ് ലെസണിൻ്റെ മോറൽ എന്താണ്? ഹ്യൂമിലിറ്റി ഈസ് ഡിവിനിറ്റി. ഇപ്പോൾ 2 ലെസണിൻ്റെ മോറൽ പഠിച്ചോളാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഇന്നത്തെ എക്സസൈസ് ഫസ്റ്റ് ആക്ടിവിറ്റിയാണ്, അത് നിങ്ങളെല്ലാവരും ചെയ്തു. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മിസ് ഒന്ന് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഷുഡ് വൺ ബി ഹംബിൾ? അല്ലേ, എന്തുകൊണ്ടാണ് ഒരാൾ ഹംബിൾ ആയിരിക്കണമെന്ന് പറയുന്നത്? വൺ മസ്റ്റ് ലേൺ ടു ബി ഓൾവേസ് ഹംബിൾ, അതർവൈസ് ഓൾ ദ റിച്ചസ്, ഫെയിം ഓർ പവർ വിൽ വാനിഷ് വെരി ഫാസ്റ്റ്. നമ്മളെപ്പോഴും ഹംബിളായിരിക്കുക, അല്ലെങ്കിൽ നമുക്കുള്ള പണവും, റിച്ചസ് എന്ന് പറഞ്ഞാൽ സമ്പത്ത്, ഫെയിം നമുക്കുള്ള ഫേമസ് നമ്മളുടെ പ്രശസ്തി, ഓർ പവർ അധികാരമുണ്ടെങ്കിൽ അത് വിൽ ഫാനിഷ് വെരി ഫാസ്റ്റ്, പെട്ടെന്ന് തന്നെ ഇല്ലാതെയാകും. കാരണം എന്താ? മനുഷ്യന് നമ്മളെ വെറുക്കും. വെറുക്കുന്നതിൻ്റെ ഫലമായിട്ട് ഈ കൈവശം ഉണ്ടായിരുന്ന ഇതെല്ലാം നമുക്ക് നഷ്ടപ്പെടും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ആചാര്യാസ് റെസ്പോൺസ് ടു ദ ക്വസ്റ്റ്യൻ പോസ്റ്റ് ടു ഹിം? അതായത് ആചാര്യ വിനോബ ഭാവെ അല്ലേ, ആചാര്യയോട് ചോദിച്ച ആ ചോദ്യം, ആ ചോദ്യത്തിന് ഉള്ള റെസ്പോൺസ് എന്തായിരുന്നു? ആചാര്യ റിപ്ലൈഡ്, വാട്ട് സാക്രിഫൈസ് ആർ യു ടോക്കിംഗ് അബൌട്ട്? അല്ലെ, നിങ്ങൾ ഏത് സാക്രിഫൈസിനെ കുറിച്ചാണ് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്? ഐ ഡിഡ് നത്തിങ് മോർ ദാൻ വാട്ട് തൗസൻഡ്സ് ഓഫ് സെൽഫ് റെസ്പെക്റ്റിംഗ് ഇന്ത്യൻസ് ത്രൂ ഔട്ട് ദ കൺട്രി ഡിഡ്. ഞാൻ ഇവിടെ ഇന്ത്യയിലുള്ള ആയിരക്കണക്കിന് സെൽഫ് റെസ്പെക്റ്റിംഗ് ആയിട്ടുള്ള ഇന്ത്യൻസ് ചെയ്യുന്ന കാര്യം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. വൈ ആർ യു സിംഗ്ലിംഗ് മീ ഔട്ട് ഫോർ ദിസ് ക്വസ്റ്റ്യൻ? നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ മാത്രം വിരൽ ചൂണ്ടി ചോദിക്കുന്നത്? ബാക്കിയുള്ള ഇതുപോലെ ചെയ്യുന്ന ഒരുപാട് ഇന്ത്യൻസ് ഭാരതത്തിലുണ്ട്, അവരോടും കൂടെ ചോദിക്കൂ. നിങ്ങൾ എന്തിനാണ് എന്നെ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്? ഞാൻ അവരിൽ ഒരുവനാണ്, അല്ലാതെ എനിക്ക് വേറെ പ്രത്യേകതയൊന്നുമില്ല, ഞാൻ സ്പെഷ്യലായിട്ടൊന്നും ചെയ്തിട്ടുമില്ല. ബാക്കിയുള്ള ആളുകൾ എന്താണോ ചെയ്യുന്നത് അത് തന്നെ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതെന്തിനു ഉദാഹരണമാണ്? സിംപ്ലിസിറ്റിക്ക് ഉദാഹരണമാണ്. എളിമയുള്ളവനായിരിക്കുക. ഒരു കാര്യം ചെയ്യുമ്പോൾ ഞാനത് വലിയതായിട്ട് ചെയ്തു, ബാക്കിയുള്ളവർ ചെയ്തു എന്നുള്ളതിനെ മറച്ചു വെച്ചിട്ട് ഞാനാണ് ഇതൊക്കെ ചെയ്തത് എന്ന് വരുത്തി തീർക്കാതിരിക്കുക, അഹങ്കാരികളായിട്ട് മാറും. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദി ജലസ് വില്ലേജർ അപ്പോളജൈസ് ടു ഏകനാഥ്? എന്തുകൊണ്ടാണ് ആ ജലസ് വില്ലേജർ ഏകനാഥിനോട് ക്ഷമ ചോദിച്ചത്? ഏകനാഥ് retraced his path to the river for 20 times and the villager was feeling ashamed of his act. So he apologized to Eknath. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഏകനാഥ് 20 പ്രാവശ്യം ഒന്നും
മിണ്ടാതെ ഒരു തരത്തിലുള്ള ദേഷ്യമോ ഒന്നും കാണിക്കാതെ 20 പ്രാവശ്യം അദ്ദേഹം തിരിച്ച് റിവറിൽ പോയി മുങ്ങിക്കുളിച്ചിട്ട് വന്നു. അപ്പോൾ ഈ ഒരു സംഭവം സ്ട്രേഞ്ച് വില്ലേജറിൽ നാണക്കേടുളവാക്കി. അവൻ തന്നെ നാണിച്ചു പോയി. അതുകൊണ്ടാണ് അദ്ദേഹം ഏകനാഥിനോട് മാപ്പ് ചോദിച്ചത്. 4th question, what did Eknath do in return and why? ഏകനാഥ് തിരിച്ചു പോകുന്ന വഴിക്ക് എന്താണ് ചെയ്തിരുന്നത്? അതായത് ഏകനാഥ് പതിവായിട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, അതെന്താണ് എന്നാണ് ചോദ്യം. ഏകനാഥ് fell at the okay. 4th question, what did Eknath do in return and why? അപ്പോൾ വില്ലേജർ മാപ്പ് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് ഏകനാഥ് പോകുന്നതിന് മുമ്പ് അദ്ദേഹം എന്താണ് ചെയ്തത്, അത് ചെയ്യാനുള്ള കാരണം എന്താണ്? ഏകനാഥ് ഫെൽ അറ്റ് ദ വില്ലേജേഴ്സ് ഫീറ്റ്. സാധാരണ തെറ്റ് ചെയ്തവരാണ് കാലിൽ വീഴേണ്ടത്. ഇവിടെ ആരാണ് കാലിൽ വീണത്? ഏകനാഥ് വില്ലേജറുടെ കാലിൽ വീണു. ബിക്കോസ് ഹി ഹാഡ് ദ ഫോർച്യൂൺ ഓഫ് ടേക്കിംഗ് ബാത്ത് ഇൻ ദ ഹോളി റിവർ ഫോർ സോ മെനി ടൈംസ്. അദ്ദേഹം അതിന് പറഞ്ഞ കാരണം എന്താണ്? അവനെ ആ വില്ലേജറിനെ കാരണം അവന് 20 പ്രാവശ്യം ഹോളി റിവറിൽ മുങ്ങി കുളിക്കാനായിട്ട് അവസരം ലഭിച്ചു എന്നാണ്. ആ സ്ട്രേഞ്ചർ മണ്ണെറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരു പ്രാവശ്യമേ ആ പുണ്യനദിയിൽ അദ്ദേഹം കുളിക്കുമായിരുന്നുള്ളൂ. അപ്പോൾ വില്ലേജർ അങ്ങനെ ചെയ്തത് കൊണ്ട്, ആ മണ്ണെടുത്ത് എറിഞ്ഞത് കൊണ്ട് ഏകനാഥിന് കുറേ പ്രാവശ്യം പുണ്യനദിയിൽ മുങ്ങി കുളിക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ ഒരു അസുലഭ അവസരം തന്നതിന് വില്ലേജറുടെ കാലിൽ വീണവൻ നന്ദി പറയുകയാണ് ചെയ്തത്. 5th question, why did the villager become Eknath's disciple? എന്തുകൊണ്ടാണ് പിന്നീട് വില്ലേജർ ഏകനാഥിൻ്റെ ഡിസൈപ്പിൾ, പിൻഗാമി അല്ലെങ്കിൽ പിന്തുടരുന്നവൻ ആയി മാറിയത്? The villager realized that Eknath was a divine being and yet was so humble. അവിടെ വില്ലേജർ തിരിച്ചറിയുകയാണ് ഏകനാഥ് വാസ് എ ഡിവൈൻ ബീയിങ്, ഒരു ദൈവികത്വമുള്ള ഒരാളാണ് ഏകനാഥ് എന്ന് വില്ലേജർ തിരിച്ചറിഞ്ഞു. ആൻഡ് ഇറ്റ് വാസ് സോ ഹംബിൾ, അത് മാത്രമല്ല അദ്ദേഹം ഹംബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനും കൂടിയാണ്. സോ ഹി ബിക്കെയിം ഏകനാഥ്സ് ഡിസൈപ്പിൾ. അതുകൊണ്ടാണ് അദ്ദേഹം ഏകനാഥിൻ്റെ ഡിസൈപ്പിളായിട്ട് മാറിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ്, ട്രൂ ഓർ ഫാൾസ്? ഏകനാഥ് യൂസ് ടു ചാൻറ്റ് ഗോഡ്സ് നെയിം ഓൾ ദ ടൈം. എപ്പോഴും ഏകനാഥ് ദൈവനാമം ഉരുവിട്ടുകൊണ്ട് ഇരിക്കുമായിരുന്നു എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇസ് ഇറ്റ് ട്രൂ ഓർ ഫാൾസ്? ട്രൂ. സെക്കൻഡ് വൺ, ദ ജലസ് വില്ലേജർ ഗേവ് മെനി ഗിഫ്റ്റ്സ് ടു ഏകനാഥ്. ഇവിടെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ് പറയുന്നത്? ജലസ് വില്ലേജർ ഏകനാഥിന് കുറേ പ്രാവശ്യം ഗിഫ്റ്റ് കൊടുത്തു എന്നാണ്. ട്രൂ ആണോ? നോ, ഇറ്റ് ഇസ് റോങ്. കൊടുത്തത് ഗിഫ്റ്റ് അല്ല, അല്ലേ? എന്തായിരുന്നു? ഫിൽത്ത് ആയിരുന്നു. അപ്പോൾ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ഫാൾസ്. Third one, Eknath shouted at the villager when the filth was thrown at him the first time itself. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആദ്യത്തെ പ്രാവശ്യം ഫിൽത്ത് വന്ന് വീണപ്പോൾ തന്നെ ഏകനാഥ് വില്ലേജറിനോട് ഷൗട്ട് ചെയ്തു. ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ? നോ. ഏകനാഥ് ഫസ്റ്റ് ടൈം പോയിട്ട് 20 ടൈംസ് ഫിൽത്ത് വന്ന് വീണിട്ട് ഷൗട്ട് ചെയ്യുന്നതേ ഇല്ല. സോ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫാൾസ്. Fourth one, the villager became the disciple of Eknath. നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് അല്ലേ? ഏകനാഥിൻ്റെ ഡിസൈപ്പിളായിട്ട് മാറി വില്ലേജ്. ഇസ് ഇറ്റ് ട്രൂ ഓർ ഫാൾസ്? ട്രൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നുകൂടെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ബൈ.